അനീന മർ. സഭാവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സഭാവാർത്തകൾ. യുവജനങ്ങൾ സഭയ്ക്ക് ശക്തി പകർന്നുവെന്ന് മാർപ്പാപ്പ. കത്തോലിക്കക്കാർക്കും ഓർത്തഡോക്സുകാർക്കും ഇടയിലെ ശത്രുത മനോഭാവത്തിന്റെയും തെറ്റിദ്ധാരണകളുടെയും മുൻവിധികളുടെയും ചങ്ങലകളെ തകർക്കുന്നതിന് യുവജനങ്ങളിലാണ് താൻ പ്രത്യാശ വയ്ക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസ്താവിച്ചു. ഗ്രീസിലെ ഓർത്തഡോക്സ് സഭ പ്രതിനിധി സംഘവുമായി സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഏതൻസ് തിയോളജിക്കൽ കോളേജിൽ നിന്നുള്ള അപ്പസ്തോലിക ഡയക്കോണിയ എന്ന പ്രസ്ഥാന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആർച്ച് ബിഷപ്പ് അഗത്താനാഗലോസ് ആയിരുന്നു സംഘത്തലവൻ. മണിപ്പൂരിലെ കൂട്ടക്കുരുതിക്ക് 2024 മെയ് 3 ഒരു വർഷം തികയുന്നു. വംശീയ കലാപം എന്ന് ഭരണാധികാരികളും ഒരു വിഭാഗം കച്ചവട മാധ്യമങ്ങളും ചിത്രീകരിക്കുന്ന മണിപ്പൂർ ക്രൈസ്തവ കുരുതിക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു. 2023 മെയ് 3 മുതൽ വടക്കു കിഴക്കേ സംസ്ഥാനമായ മണിപ്പൂരിൽ ഹിന്ദു ഭൂരിപക്ഷമായ മെയ്തേയ് ഭാഗവും ക്രൈസ്തവരായ കുക്കി ഗോത്രക്കാരും തമ്മിൽ നടന്ന സംഘർഷ മേഖലയിൽ നിന്നും കുക്കികളെ അടിച്ചോടിക്കാനും അവരുടെ ഭൂമിയും വസ്തുക്കളും പിടിച്ചെടുക്കാനും വേണ്ടി ഭരണവർഗവും സമ്പന്ന വിഭാഗവും പോലീസും കൈകോർത്ത് നടത്തിയ ആസൂത്രിത ക്രൈസ്തവ വംശഹത്യയായിരുന്നുവെന്ന് വ്യക്തമായ വർഷമാണ് കടന്നു പോകുന്നത്. കത്തോലിക്കരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് വത്തിക്കാൻ പൊന്തിഫിക്കൽ ഇയർക്കും. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ആകെ ജനസംഖ്യ ഇപ്പോൾ 800 കോടി. 144.17 കോടിയുമായി ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത്. അതേസമയം ലോകത്തെ ആകെ കത്തോലിക്ക വിശ്വാസികൾ 139 കോടി, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ തൊട്ടടുത്ത്. ലോകത്തെ 800 കോടി ജനങ്ങളിൽ 240 കോടിയാണ് വിവിധ വിഭാഗങ്ങളായി ആകെ ക്രൈസ്തവർ. ലോക ജനസംഖ്യയുടെ 4. ഇനി ഇടവക വാർത്തകൾ. പരിശുദ്ധ മാതാവിന്റെ വണക്കമാസം കാലം കൂടുതൽ ആഘോഷിച്ചു. പാറക്കടവ് ഇടവക ദേവാലയത്തിൽ മെയ് 31 വണക്കമാസം കാലം കൂടി. വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആഘോഷത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ജപമാലയും വണക്കമാസ പ്രാർത്ഥനയും നടത്തി. ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവിഷ്കാരം പുതുമയാർന്ന അനുഭവമായിരുന്നുവെന്നും മാതൃവേദിയുടെ നേതൃത്വത്തിൽ നേർച്ചയായി പാച്ചോറും ചക്കച്ചുളയും വിതരണം ചെയ്തത് പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്നതായിരുന്നു ഇടവക ജനം അഭിപ്രായപ്പെട്ടു. മതബോധന അധ്യയന വർഷ പ്രവേശനോത്സവം നടത്തി. അധ്യയന വർഷ ആരംഭ ദിനമായ ജൂൺ 2 രാവിലെ 9 മണിക്ക് പാറക്കടവ് ഇടവകയിൽ പ്രവേശനോത്സവം വികാരി റവറന്റ് ഫാദർ ചാൾസ് ചിറ്റാറ്റുകരക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മതബോധന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച് ബൈബിൾ നേഴ്സറിയും 1ാം ക്ലാസ്സിലും ആദ്യമായി എത്തിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. ലാസ്ലേറ്റ് ഭവന റെക്ടർ ഫാദർ ജോണി, ബ്രദർ മിഥുൻ, കൈക്കാരന്മാർ, PTA ഭാരവാഹികൾ, മാതാപിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അക്ഷരലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന കുരുന്നുകളെ എഴുത്തിനെ ഇരുത്തുന്ന ചടങ്ങും നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പ്രവേശനോത്സവത്തെ കൂടുതൽ മികവുറ്റതായി. സഭാ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.